ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സിംഗിൾ പോട്ട് കുക്കിംഗ് ഹാക്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് വിചാരിച്ചു കുറച്ച് നാളായല്ലോ നമ്മളൊരു സ്വീറ്റ് ഡിഷ് തയ്യാറാക്കിയിരുന്നു. അപ്പോൾ ഞാനിന്ന് തയ്യാറാക്കുന്നത് ഒരു മെക്സിക്കൻ ചുറോസ് ആണ്. അപ്പോൾ അത് വളരെ എളുപ്പമാണ്, അതേപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണത്. അപ്പോൾ നമുക്ക് കാണാം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ചുറൂസ് ഇന്ന് ഞാൻ സെർവ് ചെയ്തത് ഒരു ഹോട്ട് ചോക്ലേറ്റ് സോസിൻ്റെ കൂടെയാണ്. അതിനായിട്ട് ആദ്യം നമുക്ക് ഒരു ഡോ തയ്യാറാക്കണം. ചുറൂസിനായിട്ട് 1 കപ്പ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത്, അതായത് 200 ml വാട്ടറാണ്. അത് നമുക്ക് തിളപ്പിക്കാൻ വയ്ക്കാം. അത് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുക്കാം. ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ വൈറ്റ് ഷുഗർ ആയാലും മതി. ഇനി അത് തിളയ്ക്കുകയാണ്. അതിലോട്ട് ഇനി നമുക്ക് 1/4 ടീസ്പൂൺ സോൾട്ട്, ഉപ്പ് ഇട്ട് കൊടുത്തു. ഇപ്പോൾ ഇനി ആ സെയിം മെഷർമെൻറ്റ് കപ്പിൽ തന്നെയാണ് മൈദ ഞാൻ എടുത്തത്, അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലവർ, അതുകൂടി ഞാൻ ഇട്ട് കൊടുത്തു. അപ്പോൾ തിളച്ച് ഇതിലോട്ടാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. ഇനി ഞാൻ തീ ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ബട്ടർ കൂടി ചേർക്കാനുണ്ട്. ഇതിലോട്ട് നമുക്കിനി ഒരു 1.5 ടേബിൾ സ്പൂണാണ് ബട്ടർ ചേർക്കേണ്ടത്. അതായത് ഒരു 20 ഗ്രാം ബട്ടറാണ് ഞാനിപ്പോൾ ഈ ഡോയിലോട്ട് ചേർക്കുന്നത്. അതുകൂടി ചേർത്തിട്ട് നമുക്ക് ഇതിനെ സ്പാറ്റില കൊണ്ട് തന്നെ നമുക്കൊന്ന് മയപ്പെടുത്തിയെടുക്കാം. ഇതുകൊണ്ട് ഇതുപോലെ നല്ല ചൂടുണ്ട്. സ്പാറ്റില തന്നെ ഉപയോഗിക്കുക. കൈ ഉപയോഗിക്കുന്നതിൽ നല്ലത് ഇത് തന്നെയാണ്. മൈദ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് കുഴഞ്ഞു വരും, ലംസ് ഒന്നും ഫോം ചെയ്യില്ല. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവ് അങ്ങനെ നമുക്ക് തയ്യാറായി കിട്ടി. ഇനി നമുക്ക് ഈ മാവ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ചുറൂസിന് ഒരു കോട്ടിംഗ് ആവശ്യമുണ്ട്. അതിനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതിലോട്ട് 1 ടീസ്പൂൺ പട്ട പൊടിച്ചതാണ് ഇപ്പോൾ ചേർത്തത്. അതായത് സിന്നമൺ പൗഡറാണ്. ഞാൻ മിക്സിയിൽ തന്നെ പൊടിച്ചെടുത്ത പൗഡറാണ് ഇത്. അതാണ് ഇതിന് ഫ്ലേവർ നൽകുന്നത്. ഈ മിക്സും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ട്യൂബാണ്. ഇതിലാണ് നമ്മൾ മാവ് നിറച്ചിട്ട് ഓയിലിൽ സ്ക്വീസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കത് ഇല്ലെങ്കിൽ ഞാനൊരു പൈപ്പിംഗ് ബാഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം. അതായത് 2 സിപ്ലോക്ക് കവർ ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്നിനുള്ളിൽ ഒന്നാക്കി എടുത്തു. അതായത് ഒരു തിക്നെസ്സിന് വേണ്ടിയാണ്. അതിൻ്റെ എൻഡ് ഇതുപോലെ മടക്കി എടുക്കുക 4ആയിട്ട്, എന്നിട്ട് അവിടെ കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു സ്റ്റാർ ഷേപ്പിലുള്ള ഒരു നോസിൽ പോലെ അതിന് ഫോം ആയിക്കണ്ടോ. ഇനി ഇതിനുള്ളിൽ നമുക്ക് മാവ് നിറച്ചിട്ട് ഇതിനെ പിഴിഞ്ഞ് നമുക്ക് എണ്ണയിൽ ഇതുപോലെ ഇട്ടിട്ടെടുക്കാം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ പൈപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ ഇതുപോലെ ഡയറക്റ്റായിട്ട് തന്നെ എണ്ണയിലോട്ട് ഇതിനെ നെക്കിയിടുകയാണ്. അതായത് ഒരു സ്റ്റിക്ക് രൂപത്തിൽ ഇതിനെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാം. ഒരു കത്രിക വെച്ചിട്ട് അതിൻ്റെ എൻഡ് ഇതുപോലെ കട്ട് ചെയ്യുക. ഇതുകൊണ്ട് ഇത് പല ഷേപ്പിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ചില സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് മുറുക്ക് പോലെ വട്ടത്തിൽ ആക്കിയെടുക്കാം, അല്ലെങ്കിൽ ഹാർട്ട് ഷേപ്പിൽ, നിങ്ങളുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ അങ്ങനെ ചെയ്യുവാണെങ്കിൽ വേറൊരു ട്രേയിൽ നമ്മളത് ഷേപ്പ് ചെയ്തിട്ട ശേഷം ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഫോയിൽ പേപ്പറിൽ നിരത്തി വെച്ചിട്ട് ഓയിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് ഇത് ചെയ്യുവാണ്. വളരെ എളുപ്പമാണ് അത് ചെയ്തെടുക്കാനായിട്ട്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പൈപ്പിംഗ് ബാഗ് ആണെങ്കിലും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ എല്ലാ വശങ്ങളും നമ്മൾ മൊരിപ്പിച്ച് എടുക്കുക. ഇതുപോലെ ഒരു ടോങ് ഉപയോഗിച്ചിട്ട് മറിച്ച് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാ വശവും ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കുക. പഞ്ചസാര ചേർത്തിട്ടുള്ളത് കൊണ്ട് ആണ് നമുക്ക് ഈ കളറ് കിട്ടുന്നത്. അത് 1 ടേബിൾ സ്പൂൺ നമ്മൾ ചേർത്തല്ലോ ബ്രൗൺ ഷുഗർ. വളരെ ടേസ്റ്റിയാണ് ഇത്. പല ഷേപ്പിൽ നമ്മൾ തയ്യാറാക്കാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം പോലെയൊക്കെ ചെയ്യാം. അങ്ങനെ ഞാൻ ഓരോ ബാച്ച് വൈസായിട്ട് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ലാസ്റ്റ് ആയിക്കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് എനിക്ക് നെക്കാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ബോൾസായിട്ട് എല്ലാ മാവും ഇട്ട് മൊരിപ്പിച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചുറോസ് എല്ലാം ഫ്രൈ ആയി കഴിഞ്ഞു.
ഇത് എഗ്ഗ് ഇട്ടിട്ടും ഉണ്ടാക്കാം കേട്ടോ. ഞാൻ എഗ്ലെസ് ആണ് ഇന്ന് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ ചെയ്താൽ മതി. എഗ്ഗ് കൂടി ചേർക്കുക ബട്ടറിനൊപ്പം ഒരെണ്ണം. ഇനി നമുക്ക് ഇത് ലൈറ്റായിട്ടുള്ള ചൂടോടുകൂടി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കോട്ട് ചെയ്യണം. അതായത് പഞ്ചസാരയും സിന്നമൺ പൗഡറും കൂടി നമ്മൾ പൊടിച്ച് വെച്ചിരുന്നല്ലോ, അതാണ് ഞാനിപ്പോൾ മുകളിലിട്ട് കൊടുത്തത്. കൈവച്ച് തന്നെ ഇതുപോലെ അതിനെ കോട്ട് ചെയ്യാം. പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചൊറോസ് തയ്യാറായി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിന് ഡിപ്പ് ചെയ്യാനായിട്ട് ഒരു ചോക്ലേറ്റ് സോസ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാനിലോട്ട് 1/2 കപ്പ് മിൽക്കാണ് പൊഴിച്ചു കൊടുത്തത്, ഫ്രഷ് മിൽക്ക്. അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ കയ്യിലുള്ള കൊക്കോ പൗഡർ, അതായത് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഞാൻ അരിച്ചെടുത്തിട്ടാണ് കേട്ടോ അതിലോട്ട് ചേർത്തത്. ലംസ് ഉണ്ടാവാൻ പാടില്ല. അതിൻ്റെ ഒപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും കൂടി ഞാൻ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് ഇളക്കിയൊന്ന് യോജിപ്പിക്കാം. ലംസൊക്കെ മാറണം കേട്ടോ, അത് തിളക്കിയാർന്നിട്ട്. അതിനുശേഷം നമുക്കിതിലോട്ട് ബട്ടർ ചേർക്കാനുണ്ട്. അതൊന്ന് തിളച്ച് വരുന്ന ശേഷം മാത്രം ബട്ടർ ചേർക്കുക. അതുകൂടി ഇതിനോടൊപ്പം ഒന്ന് മെൽറ്റാവും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം നമ്മുടെ നന്നായിട്ട് അത് മിക്സായി കഴിഞ്ഞു. ഇനി 1 ടേബിൾ സ്പൂൺ ബട്ടർ ഞാൻ ചേർക്കുന്നുണ്ട്. അതായത് 15 ഗ്രാം ബട്ടറാണ്. ഇത് സോൾട്ടഡ് ബട്ടറാണ് കേട്ടോ. അൺസോൾട്ടഡ് ആണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കുക കേട്ടോ. ഇനി വാനില എസൻസ് 1/2 ടീസ്പൂണാണ് ചേർത്തത്. ഇങ്ങനെ ഈ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് സോസ് തയ്യാറായി കിട്ടേണ്ടത്. കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാവുമ്പോഴേക്ക് നമുക്ക് അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് സോസ് കൂടി തിക്ക് കൺസിസ്റ്റൻസിയിൽ തയ്യാറായി കഴിഞ്ഞു. ഇതാണ് ഇതിൽ ഡിപ്പ് ചെയ്ത് നമ്മൾ കഴിക്കേണ്ടത്. തന്നെ ചൂടോടുകൂടിയുള്ള ചോക്ലേറ്റ് സോസിൽ ഞാനിത് ഡിപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എന്നെ കമൻറ്റ്സ് അറിയിക്കുന്നു ഞാൻ വിചാരിക്കണം. അപ്പോൾ ഇനിയും രുചികരമായ വിഭവമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. താങ്ക് യു.